പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടു വന്നല്ലോ. തുടർന്നുള്ള സമയം ദൈവവചന ധ്യാനത്തിന് വേണ്ടി നമുക്ക് വേർതിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 3 വരെയുമുള്ള വാക്യങ്ങൾ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും നിത്യ ജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യ ജീവൻ ആകുന്നു. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്നതും അത് തന്നെയാണ്. കർത്താവ് പല സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ച, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്ന ചില പ്രാർത്ഥനാ വാചകങ്ങൾ, അതിനെക്കുറിച്ച് തുടർമാനമായിട്ട് നമ്മൾ ചിന്തിച്ചു വരികയാണ്. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ വലിയ മാതൃകയാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ സ്വാധീനിക്കത്തക്ക ഒത്തിരി വസ്തുതകൾ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ട്. അവ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകളെ സമൂലമായി പരിവർത്തനം ചെയ്യുന്നതാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 17-ാം അധ്യായത്തിലെ ദീർഘമായൊരു പ്രാർത്ഥനയാണ്. ആ അധ്യായം മുഴുവനും കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയിലെ ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഒന്ന് ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥന എന്ന, മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്നൊക്കെ ഈ പ്രാർത്ഥനയെ പൊതുവെ പറയാറുണ്ട്. കാരണം കർത്താവ് ഒരു പുരോഹിതൻ എന്നുള്ള വിധത്തിൽ തൻ്റെ ശുശ്രൂഷയിൽ ജനത്തിനു വേണ്ടി, ദൈവത്തിനും ജനത്തിനും മധ്യേ നിന്ന് ജനത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നയാൾ പുരോഹിതനും, ജനത്തിനും ദൈവത്തിനും മധ്യേ നിന്ന് ദൈവത്തിനു വേണ്ടി ജനത്തോട് സംസാരിക്കുന്ന ഒരു പ്രവാചകനുമാണ്. അപ്പൊ കർത്താവ് ഒരു പുരോഹിതനാണ്. സാക്ഷാൽ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് എബ്രായ കർത്താവ് പറയുമ്പോൾ നമ്മുടെ കർത്താവ് പുരോഹിതനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ദീർഘമായ പ്രാർത്ഥനയെ കർത്താവിന്റെ പൗരോഹിത്യ, മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, തന്നെ അനുഗമിക്കുന്ന ഓരോ തൻ്റെ മക്കൾക്കും വേണ്ടി ഈ അധ്യായം മുഴുവനും കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും. നമുക്ക് വേണ്ടി കർത്താവ് പിതാവിനോട് അപേക്ഷിക്കുന്ന ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധ്യായത്തിന്റെ പ്രാധാന്യത, അല്ലെങ്കിൽ കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയുടെ പ്രാധാന്യത, ഇത് പ്രാർത്ഥിച്ച സമയമാണ്. 13-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവും തന്റെ ശിഷ്യന്മാരുമായിട്ട് പെസഹായ്ക്ക് വേണ്ടിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അവിടെ ഇരുന്നപ്പോൾ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി, ഇത് നിങ്ങളെ ഓർപ്പിക്കുന്നത് മിസ്രയീമിൽ നിന്നുള്ള നിങ്ങളുടെ രക്ഷയല്ല, ഇനി മുതൽ ഇത് നിങ്ങളെ ഓർപ്പിക്കുന്നത് എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടതിനെയാണ് കർത്താവ്. ആ ടേബിളിൽ വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവരെ മിസ്രയീമിൽ നിന്നുള്ള രക്ഷയെ ഓർപ്പിക്കുന്നതാണ്. ഒരു വർഷത്തിൽ ഒരിക്കൽ അങ്ങനെ ഒരു സ്പെഷ്യൽ മീല് ക്രമീകരിക്കും. പെസഹ രാത്രി അവിടെ ഒരു ഉപ്പുവെള്ളം ഒരു പാത്രത്തിൽ വെച്ചിരിക്കും. അവിടെ കളിമണ്ണിനോട് സാദൃശ്യമുള്ള ഒരു ജാമ ഒരു പാത്രത്തിൽ വെച്ചിരിക്കും. വൈനുണ്ടാവും, ബ്രെഡ് ഉണ്ടാവും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആ ടേബിളിൽ വെച്ചിട്ട് പെസഹ ദിവസം രാത്രി ആ വീട്ടിലെല്ലാവരും കൂടെ ആ ടേബിളിന്റെ ചുറ്റും ഇരിക്കുമ്പോൾ ആ വീട്ടിലെ ഏറ്റവും ഇളയയാള് വീട്ടിലെ കാരണവരോട് ചോദിക്കണം, ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട്, എന്താണ് ഈ മേശ സാധാരണ മേശകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? എന്താണ് ഈ ഭക്ഷണം സാധാരണ ഭക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? അപ്പോൾ ആ വീട്ടിലെ കാരണവരായിരിക്കുന്ന ആള് എല്ലാവരുടെ മുമ്പില് അടിമകളായിരുന്ന നാടുകളും മിസ്രയീമിലെ അടിമ ചങ്ങലയും അവരൊഴുക്കിയ കണ്ണുനീരും ആ ഉപ്പുവെള്ളം എടുത്തുകൊണ്ട് പറയും, ഇത് നമ്മുടെ പിതാക്കന്മാരൊഴുക്കിയ കണ്ണുനീരിന്റെ ഓർമ്മയാണ്. ആ ജാമ, കിഡൂഷ് എന്ന് പേരുടെ ജാം എടുത്തിട്ട് പറയും, ഇത് നമ്മുടെ പിതാക്കന്മാർ അടിമകളായിരുന്നപ്പോൾ അവർ കളിമണ്ണ് ചവിട്ടിക്കുഴച്ച് ഇഷ്ടി ഉണ്ടാക്കിയതിന്റെ ഓർമ്മയാണ്. ഇതെല്ലാം പറഞ്ഞ് അവർ ഒരുമിച്ച് ദൈവത്തെ രക്ഷിച്ച ഒരു രക്ഷയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ആ പെസഹ ആചരിക്കുന്നത്.
ആ ആചാരത്തിന്റെ ഭാഗമായിട്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ കർത്താവ് പറഞ്ഞു, തന്റെ ശുശ്രൂഷ ന്യായപ്രമാണം പ്രവാചകന്മാരും മുഴുവനും ക്രിസ്തുവിൽ ഫുൾഫിൽ ആകുന്നു, നിവർത്തീകരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ കർത്താവ് ഇന്ന് എടുത്തിട്ട് പറഞ്ഞു, ഇനി ഇത് ഓർപ്പിക്കുന്നത് മിസ്രയീമിൽ നിന്ന് രക്ഷയല്ല, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും നിങ്ങളിത് ചെയ്യുകയും, നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുകയും. കർത്താവിന്റെ പരമയാഗത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ആ ശുശ്രൂഷ കർത്താവ് കൊടുത്തു. അതിനുശേഷം കർത്താവ് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് കെദ്രോൻ തോട് കടന്ന് അപ്പുറത്തേക്ക് ചെന്ന് കർത്താവ് പ്രാണവേദനയിൽ ശിഷ്യന്മാർക്ക് വേണ്ടി നിലവിളിക്കുകയും വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് പുറത്തു വരികയും അതുപോലത്തെ കഠിനമായ വേദനയിലൂടെ കർത്താവ് കടന്നു പോവുകയും യൂദാസ് കർത്താവിനെ ഒറ്റയൊടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും നേരെ കർത്താവിന്റെ മരണത്തിലേക്കുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ വിശദീകരണങ്ങളാണ് 18-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. എന്നാൽ കർത്താവിന്റെ അന്ത്യത്താഴത്തിനും കർത്താവ് പിടിക്കപ്പെടുന്നതിനും ഇടയ്ക്കുള്ള ഈ അധ്യായങ്ങൾ കർത്താവിന്റെ ടീച്ചിങ് ആണ്. ഈ ടീച്ചിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ടീച്ചിങ് അവസാനിക്കുന്നത് ഒരു പ്രാർത്ഥനയിലാണ്. അതാണ് ഈ ദീർഘമായ പ്രാർത്ഥന ഈ 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ആഴമായ ആത്മീക സത്യം കർത്താവ് ഇനി അവരുടെ കൂടെ ഇല്ല. മരണത്തിലൂടെ കർത്താവ് അവരിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരെ ഉറപ്പിക്കുവാൻ ചില നാളുകൾ ഉണ്ടാകുമെന്നുള്ളതല്ലാതെ ഇതുവരെ ഉണ്ടായിരുന്നതുപോലെ അവരുടെ ജീവിതത്തിലും അവരുടെ യാത്രകളിലും അവരുടെ ഉറക്കത്തിലും അവരുടെ എഴുന്നേൽപ്പിലും അവരുടെ പൊതുജനത്തിന്റെ നടുവിലും ഒന്നും കർത്താവിനെ കൂടെ ഇരിക്കാൻ പോകുന്നില്ല. ഒരു വേർപാടിന്റെ നിമിഷങ്ങൾ വേദനപ്പെടുത്തുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ടാണ് 14-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഇങ്ങനെ കർത്താവ് മരണത്തിലൂടെ അവരിൽ നിന്ന് വേർപെടുമെന്നും കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്നും എന്നാൽ നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണമെന്നും നിങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ തെരഞ്ഞെടുപ്പ് ഇവിടെ അവസാനിക്കുന്നതല്ലെന്നും എന്റെ മരണപുനരുത്ഥാന ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ വില നിങ്ങൾ അറിയുമെന്നും അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമെന്നും ഒക്കെ വ്യക്തമായ ഭാഷയിൽ കർത്താവിനെ പഠിപ്പിച്ചിട്ടാണ് അവർക്ക് വേണ്ടി ഈ മഹാപൗരോഹിത്യ പ്രാർത്ഥന കഴിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ 1-ാമത്തെ വാക്യം 17-ാം അധ്യായം 1-ാം വാക്യം, ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയിലെ 1-ാമത്തെ വാചകം തന്നെ ക്രൂശിനെ കുറിച്ച് നേരത്തെ കർത്താവ് പറഞ്ഞിരുന്ന ഒരു കാര്യത്തിന്റെ തനിയാവർത്തനമാണ്. ക്രൂശ് എന്നുള്ളത് സാധാരണ കേൾക്കുന്ന എല്ലാവർക്കും നിന്ദയുടെ അടയാളമാണ്. ക്രൂശ് എന്നുള്ളത് വേദനയുടെ അടയാളമാണ്. ക്രൂശ് എന്നുള്ളത് ഇത് കേൾക്കുന്ന അറിയുന്ന സകല ആളുകൾക്കും കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ശിക്ഷാവിധിയുടെ അടയാളമാണ്. പക്ഷെ ക്രൂശിനെ കുറിച്ചും ക്രൂശിലുള്ള തന്റെ മരണത്തെ കുറിച്ചും കർത്താവ് വിശദീകരിക്കുന്നത് മഹത്വപ്പെടുക എന്നുള്ള വചനത്തിലൂടെ. എങ്ങനെയാണ് ക്രൂശ് മഹത്വമാകുന്നത്? എങ്ങനെയാണ് ഈ നിന്ദയുടെ അടയാളം മഹത്വമാകുന്നത്? ക്രൂശിന്റെ ഒരു സാധാരണ ചിത്രീകരണം നമുക്കറിയാം. ഒരിക്കലും ഒരു റോമൻ സിറ്റിസനെ ക്രൂശിക്കാൻ പാടില്ല എന്ന് അവരുടെ ഇടയ്ക്ക് തന്നെ നിയമമാണ്. റോമൻ സിറ്റിസനെ ക്രൂശിക്കാൻ പാടില്ല എന്ന് അവരുടെ ഇടയ്ക്ക് തന്നെ നിയമമാണ്. ക്രൂശീകരണം കൊടുക്കുന്നത് അടിമകൾക്കാണ്. എല്ലാ അടിമകൾക്കൊന്നും ക്രൂശീകരണം കൊടുക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു അടിമ തന്നെ വിലയ്ക്ക് വാങ്ങി യജമാനനെ കൊലപ്പെടുത്തിയാൽ ആ വ്യക്തിക്ക് ക്രൂശ് ശിക്ഷ കൊടുക്കാം. റോമൻ ഗവൺമെന്റ് എതിരെ പ്രവർത്തിച്ച് രാജ്യദ്രോഹം കുറ്റം ചെയ്യുന്ന ഒരാൾക്ക് ക്രൂശ് കൊടുക്കാം. പക്ഷെ ഇത്ര കുറ്റം ചെയ്താൽ പോലും ഒരു റോമൻ സിറ്റിസണ്, ഒരു റോമ പൗരന് ക്രൂശീകരണം കൊടുക്കാൻ പാടില്ല. കാരണം അതുപോലെ വേദനപ്പെടുത്തുന്ന ഒന്നാണ് ഈ ക്രൂശീകരണം. കൊച്ചി രാജാവിന്റെ കൊട്ടാരം സന്ദർശിക്കുന്ന വേളയിൽ തൃപ്പൂണിത്തുറയിലുള്ള കൊട്ടാരത്തിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് കൂട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തില് ഏറ്റവും അധികം വേദനപ്പെടുത്തുന്ന മരണമെന്ന് വിളിക്കപ്പെടുന്ന മരണം അതായിരുന്നു. കൊടും കുറ്റവാളിയായ
രാജ്യദ്രോഹ കുറ്റം ചെയ്ത, രാജാവിനെതിരെ പ്രവർത്തിച്ച് അതുപോലത്തെ കുറ്റം ചെയ്യുന്നവർക്ക് മാത്രമേ ആ കൊടും കുറ്റവാളിയുടെ ശിക്ഷ കൊടുക്കത്തുള്ളൂ. ആ ഇരുമ്പ് കൂടിനകത്തേക്ക് ഈ വ്യക്തിയെ കയറ്റിയിട്ടേച്ച് ഒരു മരത്തിന്റെ മുകളിൽ ഈ ഇരുമ്പ് കൂട് തൂക്കിയിടും. വെള്ളം കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല, ഇരുമ്പ് കൂട്ടിനകത്ത് ചലിക്കാനൊക്കില്ല. മണിക്കൂറുകൾ കഴിയുമ്പോൾ അസ്ഥിയും മജ്ജയും ഒക്കെ വേദന എടുത്തു തുടങ്ങും. അനങ്ങാൻ പറ്റാതെ ഈ തൂങ്ങിക്കിടക്കുന്ന കിടപ്പ് ഈ വ്യക്തിയെ ഇഞ്ചിഞ്ചായി പ്രാണവേദനയിലാക്കും. രാത്രിയിലൊക്കെ പ്രാണികൾ വന്ന് കടിക്കും. ക്ഷീണിച്ച് 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 നിലവിളിച്ച് ഏകദേശം മാസമെടുത്ത്, 1-2 മാസങ്ങളെടുത്ത്, ചിലപ്പോൾ ആഴ്ചകളെടുത്ത് ഈ വ്യക്തി മരിക്കും. അതുപോലത്തെ മരണം ആരും ആഗ്രഹിക്കില്ല. ഇങ്ങനെയൊരു മരണം ഉണ്ടാകല്ലേ എന്ന് ജനം കൊതിക്കും. അതുപോലത്തെ മരണമാണ് ഈ ക്രൂശിന്റെ മരണം. ക്രൂശിന്റെ മരണത്തിന് വേണ്ടി വിധിക്കപ്പെടുന്നയാളെ വല്ലാതെ ഉപദ്രവിക്കാറുണ്ട്. ആ ഉപദ്രവമൊക്കെ സഹിച്ച് ഈ വ്യക്തി വേണം തന്നെ ക്രൂശിക്കാനുള്ള ക്രൂശിൻ ചുമന്നുകൊണ്ട് പോകാൻ. ദൂരയാത്ര, കിലോമീറ്ററുകളിൽ ക്രൂശ് ചുമന്ന് നടക്കണം. എന്തിന്? പരസ്യമായിട്ട് ഈ വ്യക്തിയെ നിന്ദിക്കാൻ വേണ്ടിയാണ്. എന്താണ് ഈ ക്രൂശെന്നും എന്താണ് ക്രൂശീകരണമെന്നും അന്നത്തെ ആളുകൾക്ക് അറിയാമായിരുന്നു. ഈ ക്രൂശിൽ തറയ്ക്കപ്പെടുന്ന വ്യക്തി ആ ക്രൂശിൽ കിടന്ന് ചിലപ്പോൾ ആഴ്ചകളൊക്കെ എടുത്താണ് മരിക്കുക. കാരണം അവിടെ രക്തം വാർന്ന് മരിക്കുന്നവരുണ്ട്. പക്ഷെ അല്ലാതെ സ്ലോ ഡെത്ത്, പ്രാണികളൊക്കെ വന്ന് ശരീരം കാർന്ന് തിന്നുകയും കുത്തി തുളയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന അതുപോലത്തെ വേദന അനുഭവിക്കുന്ന ക്രൂശിനെ കുറിച്ചാണ് കർത്താവിന്റെ ഒരു വാചകം പറയുന്നത്. കർത്താവ് പറഞ്ഞ വാചകം, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ക്രൂശ് സമം മഹത്വപ്പെടുത്തൽ. എങ്ങനെയാണ് ഈ വേദന മഹത്വപ്പെടുത്തലായിട്ട് മാറുന്നത്? അതിന്റെ ഒന്നാമത്തെ ഉത്തരം, ഈ വേദന എന്നുള്ളത് അനുസരണത്തിന്റെ അതിശ്രേഷ്ഠമായ അടയാളമാണ്. ക്രൂശോളം സ്വയം താഴ്ത്തുവാൻ, മരണത്തോളം സ്വയം താഴ്ത്തുവാൻ ദൂതന്മാരുടെ ആരാധന പുരുഷൻ ഇറങ്ങി വന്നതിന്റെ നേർക്കാഴ്ചയാണ് ക്രൂശൻ. തന്റെ സ്വയത്തെ ഇല്ലായ്മ ചെയ്ത് ഒരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ ദൂതന്മാർ ഇറങ്ങി വന്നേനെ. ഒരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ ആ ക്രൂശൻ തനിക്ക് ഇറങ്ങി വരുവാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ, ശക്തി ഉണ്ടായിരുന്നിട്ടും വേണ്ടെന്ന് വെച്ച്, രക്ഷപ്പെടാമായിരുന്നിട്ടും വേണ്ടെന്ന് വെച്ച്, ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ ആ ശിക്ഷാവധിയിൽ നിന്ന് പുറത്തു വരുത്തുവാൻ പീലാത്തോസ് വരെ തയ്യാറായി നിന്നപ്പോൾ, നീ എന്തുകൊണ്ട് ഒരു വാക്ക് പറയുന്നില്ലെന്ന് ക്രിസ്തുവിനോട് പീലാത്തോസ് നേരിട്ട് ചോദിക്കുന്ന അളവിൽ ആ ക്രൂശ് ചോദിച്ചു വാങ്ങിക്കുന്നത് പോലെ ആ കർത്താവ് സ്വയം വിധേയപ്പെട്ടതിന്റെ അടയാളമാണ് ആ ക്രൂശ്. അതേ ദൈവമക്കളെ, ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് ദൈവത്തെ നാം പൂർണ്ണമായും അനുസരിക്കുമ്പോഴാണ്. ഒരുപക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും പഠിക്കേണ്ട ഏറ്റവും വിലയേറിയൊരു പാഠമാണ് അനുസരണത്തിന്റെ പാഠം. അനുസരണത്തിന്റെ പാഠം എന്നുള്ളത് സ്വയം ഇല്ലാതാകുന്ന പാഠമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ വേണ്ടെന്ന് വെക്കുന്ന പാഠമാണ് അനുസരണത്തിന്റെ പാഠം. ഒരു സ്കൂളിലെ ചിത്രം എടുത്ത് നോക്കൂ. ഒരു അധ്യാപകൻ, ഒരു അധ്യാപിക. ആ കുട്ടിയെ സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് അനുസരിക്കുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയുന്നത് എപ്പോഴാണ്? അനുസരിക്കാതിരിക്കുന്നത് എപ്പോഴാണ്? ഈ കൊച്ചിന് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കുകയും ആ കൊച്ച് ഇഷ്ടമുള്ളതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നിടത്ത് അനുസരണം, അനുസരിപ്പിക്കൽ എന്നൊരു വാക്കിന് പ്രസക്തിയില്ല. പക്ഷെ ഈ കൊച്ചിന് ഇഷ്ടമില്ല എങ്കിലും ഈ കൊച്ചിന്റെ നന്മയ്ക്കായി അധ്യാപകൻ ഇല്ലെങ്കിൽ അധ്യാപിക ഒരു കാര്യം പറയുന്നിടത്താണ് അനുസരണം എന്ന വാക്കിന് പോലും പ്രസക്തി ഉണ്ടാകുന്നത്. ഈ കൊച്ചിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഈ കൊച്ചിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് ഇത് ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുകയും ആ കൊച്ചത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് അനുസരണക്കേടെന്നൊരു പദം പ്രാവർത്തികമാകുന്നത്.
അപ്പൊ അനുസരണം എന്ന പദം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴാണ് അത് പ്രസക്തമാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വ്യക്തിപരമായ സ്വപ്നങ്ങളും നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹങ്ങളും നേർരേഖയിൽ വരാതിരിക്കുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം തരികയും നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രം നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്താൽ അനുസരണത്തിന് പ്രസക്തിയില്ലല്ലോ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്ത ഒന്ന്, നമുക്ക് ആഗ്രഹമില്ലാത്ത ഒന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, അതേ കർത്താവേ, എൻ്റെ സ്വയത്തെ മാറ്റിവെച്ചിട്ട്, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ചിട്ട് അങ്ങയുടെ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി ഇതാ ഞാൻ എൻ്റെ സ്വയത്തെ ഉരിഞ്ഞു കളയുന്നു എന്ന് പറയുന്നിടത്ത് അനുസരണത്തിൽ നമ്മൾ തികഞ്ഞവരാകും. അവിടെ സംഭവിക്കുന്നത് നമ്മിലൂടെ ദൈവം മഹത്വമെടുക്കും. നാം കാണിക്കുന്ന ആ വിധേയത്വം, നാം കാണിക്കുന്ന അനുസരണം മഹത്വമുള്ള ഒരു പ്രക്രിയയായിട്ട് മാറും. അതേ ചൊല്ലി നമ്മെ കുറിച്ച് ദൈവം മറ്റുള്ളവരോട് പറയത്തക്കവണ്ണം, നമ്മെ കുറിച്ച് അഭിമാനത്തോടെ സന്തോഷിക്കത്തക്കവണ്ണം നാം ഒരു അത്ഭുതമായി മാറും. അവിടെയാണ് അനുസരണത്തിന്റെ പ്രസക്തി. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് സ്വയം തന്നോട് ചോദ്യം ചെയ്തപ്പോൾ ആ സ്വയത്തെ അടിച്ചിരുത്തി അബ്രഹാം പറഞ്ഞു, എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇവിടുത്തെ വിഷയമല്ല, കർത്താവ് പറഞ്ഞതാണ് ഇവിടുത്തെ വിഷയം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവ് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെ താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെയുള്ള പ്രലോഭനങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ? കർത്താവ് നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുകയും നമ്മുടെ സ്വയത്തിന്റെ ചിന്തകൾക്ക് അത് ഒത്തുപോകാതിരിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ സ്വയത്തെ അടിച്ചിരുത്തിയിട്ട് എന്റെ കർത്താവിന്റെ ഇഷ്ടം മതി എനിക്ക് എന്ന് സെലക്ട് ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നമ്മയും കൂടെ ചേർത്തോടുള്ള പ്രാർത്ഥനയാണ്. ക്രൂശ് മഹത്വമാണെന്ന് പറയുന്ന പ്രാർത്ഥന. എന്തുകൊണ്ടാണ് ക്രൂശ് മഹത്വമാകുന്നത്? ഒന്ന്, ഇത് അനുസരണത്തിന്റെ ഒരു വലിയ അടയാളമായതുകൊണ്ടാണ് ഇത് മഹത്വമാകുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു നിന്ദയുടെ സിംബലായി ഇന്നും ആ ക്രൂശ് നിന്നേനെ. ദൈവമഹത്വത്തിന്റെ അടയാളമായിട്ട് ക്രിസ്തു ക്രൂശിനെ ചിത്രീകരിച്ചതിന്റെ കാരണം ഇത് നമ്മൾ ക്രൂശിനെ കാണുമ്പോൾ ഇതിലൂടെ കാണുന്ന ഒരു മഹത്വമുണ്ട്. അനുസരണത്തിൽ ക്രൂശോളം താഴാൻ എൻ്റെ ക്രിസ്തുവിന് പറ്റിയെങ്കിൽ എനിക്കും അത് പറ്റും. എൻ്റെ ജീവിതത്തിന്റെ സ്വയം എന്നെ വെല്ലുവിളിക്കുമ്പോൾ, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ മുൻപിൽ എന്നെ മാടി വിളിക്കുമ്പോൾ, ദൈവഹിതത്തിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ, ഒരു കപടഭക്തിയുടെ വേഷധാരിയായി ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ കർത്താവിന്റെ ഇഷ്ടത്തിനെതിരായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നാൽ എൻ്റെ ഇഷ്ടങ്ങളെ ഉരിഞ്ഞു മാറ്റിവെച്ച് ലോകത്തിലെ ഏത് വലിയ പ്രലോഭനത്തിന്റെ നടുവിലും എൻ്റെ സ്വയത്തെ അടിച്ചമർത്തി ഇല്ലാതാക്കിയിട്ട് ക്രിസ്തുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ക്രൂശ്, എൻ്റെ ജീവിതത്തിന്റെ നിന്ദ, എൻ്റെ ജീവിതത്തിലെ അപമാനം, എൻ്റെ ജീവിതത്തിലെ വേദന ഒരു വലിയ മഹത്വമായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ച. രണ്ട്, ഈ ക്രൂശ് എങ്ങനെയാണ് മഹത്വമാകുന്നത്? ഈ ക്രൂശ് മഹത്വമാകുന്ന രണ്ടാമത്തെ കാര്യം, ഇത് ദൈവ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ടാണ് ഇത് മഹത്വമാകുന്നത്. ഇത് ഞാനായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ ഒരുപക്ഷെ ഇതിനകത്ത് ഒരു മഹത്വം കാണത്തില്ല. എനിക്ക് പേരിനും പ്രശസ്തിക്കും വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഒരിക്കലും ദൈവമഹത്വമാകത്തില്ല. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി 100% നിവർത്തിക്കുന്ന ഒരു ഇടം, അത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഇടമായി തന്നെ നിലനിൽക്കും.
1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്കാണ് ഭോഷത്വം. പക്ഷേ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ഈ ക്രൂശ് എന്താണെന്നറിയാമോ? ഇത് നമുക്ക് ദൈവശക്തിയാണ്. അതാണ് ഇതിന്റെ മഹത്വം. എന്താണ് ഈ ക്രൂശ്? എന്റെ നിന്ദ ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ് ഈ ക്രൂശ്. എന്താണ് ഈ ക്രൂശ്? എന്റെ പാപത്തിന്റെ ചങ്ങല എന്നേക്കുമായി പൊട്ടിച്ചു കളഞ്ഞിടമാണ് ഈ ക്രൂശ്. എന്താണ് ഈ ക്രൂശ്? എനിക്കൊരു പുതിയ ഐഡന്റിറ്റി എന്റെ ദൈവം നൽകിയ ഇടമാണ് ഈ ക്രൂശ്. എന്താണ് ഈ ക്രൂശ്? എന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം ആരംഭിക്കുന്ന ഇടമാണ് ഈ ക്രൂശ്. അതുകൊണ്ടാണ് ഈ ക്രൂശ് എനിക്ക് മഹത്വമുള്ളതാണ്. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നന്മയ്ക്കായിട്ടുള്ളതായിരുന്നെങ്കിലും ആ പദ്ധതിയെ തടയാൻ പാപമാകുന്ന ചങ്ങലക്കിട്ട് എന്നെ വരിഞ്ഞു മുറുക്കി ശത്രുവായ പിശാച് ദൈവകോപത്തീയിലേക്ക്, നിത്യ നരകത്തിലേക്ക് ഞാൻ പോലും തിരിച്ചറിയാതിരുന്ന വേളകളിൽ എന്നെ വലിച്ചിഴച്ച് എന്നെ പൂർണ്ണമായും നിയന്ത്രിച്ച് ഇരുട്ടിന്റെ അധീനതയിൽ എന്നെ ആക്കി വെച്ച ദിവസങ്ങൾക്ക് വിരാമം കുറിച്ച സുപ്രഭാതമാണ് എനിക്ക് ഈ ക്രൂശ്. അതുകൊണ്ടാണ് ഈ ക്രൂശ് എനിക്ക് മഹത്വമാണ്. ഫിലോസ്ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, എന്റെ കർത്താവ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ. എന്നെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റാൻ, എന്നെ ഒരു പരാജയമാക്കി മാറ്റാൻ, പിശാചിന്റെ ഇംഗിതത്തിനനുസരിച്ച് എന്നെ വളച്ചൊടിച്ചു കൊണ്ടു നടക്കാൻ, എന്റെ കണ്ണുനീര് കണ്ട് സന്തോഷിക്കാൻ ശത്രു പദ്ധതി ഇട്ടിടത്ത് താണ കുഴിയിലേക്ക്, കുഴഞ്ഞ ചേറ്റിലേക്ക് എന്റെ പ്രാണപ്രിയ നടന്നു വന്നു. എന്റെ കൈ പിടിച്ചുയർത്തി ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ നിർത്തി എന്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചു. എന്റെ അധരങ്ങളിൽ ഒരു പുതിയ പാട്ട് തന്നു. എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. എന്നെ കാണുന്നവർക്ക് ഞാനൊരു അത്ഭുതമാകത്തക്കവണ്ണം ഈ ക്രൂശിൽ എനിക്കൊരു ജയോത്സവമുണ്ടായി. ആമേൻ. സ്വതന്ത്രം. എന്റെ ജീവിതത്തെ ഇരുട്ടിൽ ബന്ധിച്ചിടാൻ ശ്രമിച്ച ശത്രുവിനെ, ആ പിശാചിനെ പരസ്യമായ കാഴ്ചയാക്കി എന്നെ അവൻ രക്ഷിച്ചതിന്റെ നേർക്കാഴ്ചയാണ് എനിക്ക് ഈ ക്രൂശ്. സ്തോത്രം. ഈ തിരിച്ചറിവ് പിതാക്കന്മാർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് വേദനയെ സന്തോഷത്തോടെ അവർ സഹിച്ചത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, കഷ്ടത സഹിഷ്ണുതയെ, സഹിഷ്ണുത സിദ്ധതയെ, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കും. നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മൾ പ്രശംസിക്കും. കാരണം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പൂരിപ്പിക്കുവാൻ, ഹല്ലേലൂയ, തേജസ്സിനും മാനത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കുമായി എന്റെ കഷ്ടതയിലൂടെ ദൈവ മഹത്വം വെളിപ്പെടുവാൻ ഇടയാകുന്നു എന്നൊക്കെ പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞത് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് വിളിച്ചു പറയുന്നതിന്റെ കാരണം ഒന്നുമല്ല. ഈ ഒരു തിരിച്ചറിവാണ് അതിന്റെ കാരണം. ദൈവ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈ ക്രൂശെങ്കിൽ അത് മുഴുവനും മഹത്വമാണ്. എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ ചുരുളഴിയുന്ന ഇടമാണ് ഈ ക്രൂശ് എനിക്ക്. അതുകൊണ്ട് നാം ക്രൂശിനെ തിരസ്കരിക്കുകയല്ല ചെയ്യുന്നത്. ലൂക്കോസ് 9:21-23 പറയുന്നത് പോലെ, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞു, എന്നെ അനുഗമിപ്പാൻ ഒരുവൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ.
ഇതിനെക്കുറിച്ച് ഉൾക്കാഴ്ച ഇല്ലാത്തവർ പറയും ഇത് എന്തൊരു വിളിയാണ്, ഇങ്ങനെയൊക്കെ വിളിച്ചാൽ ആരെങ്കിലും പുറകെ പോകുമോ? ഉൾക്കാഴ്ചയുള്ളവർ പറയും ഈ ക്രൂശ് ഒരു മഹത്വമാണ്. ഈ പുറകെ പോകുമ്പോ കിട്ടുന്ന എല്ലാ റിസ്കും എല്ലാ ത്യാഗങ്ങളും ഒരു മഹത്വമാണ്. ഈ മഹത്വത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് നമ്മളെ വ്യത്യസ്തരാക്കി നിർത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ കർത്താവിന്റെ പുറകെ പോകുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ക്രൂശ് എന്ന് കേൾക്കുമ്പോ തന്നെ പേടിച്ചരണ്ട് ഓടാത്തതിന്റെ കാരണം അതാണ് ഈ പ്രാർത്ഥന. അതിനാണ് ഈ പ്രാർത്ഥന. ക്രൂശിലേക്ക് നടന്ന് കയറുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാൻ, തന്നെ കാണിച്ചു കൊടുക്കാൻ തന്റെ സ്വന്തം ശിഷ്യൻ അവിടെ റെഡിയായി നിൽക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് ക്രൂശ് എന്ന് പറയുന്ന വേദനയുടെ ഭയാനകത എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ വാചകമാണ്, മഹത്വപ്പെടേണ്ട നാഴിക വന്നിരിക്കുന്നല്ലോ ദൈവമേ. ശിഷ്യന്മാരുടെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആണിത്. നമ്മളെ പഠിപ്പിക്കാനുണ്ട് കേട്ടോ അതിനകത്ത്. ദൈവത്തിലെ എന്താണ് നിന്റെ ക്രൂശ്? എന്താണ് എന്റെ ക്രൂശ്? കർത്താവ് നമുക്ക് ഏത് ക്രൂശാണ് നമ്മുടെ ചുമലിലേക്ക് തന്നിരിക്കുന്നത്? എന്താണെങ്കിലും നമുക്ക് വഹിക്കാൻ പറ്റാത്ത ക്രൂശൊന്നും കർത്താവ് തരില്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ക്രൂശ് വേണ്ട, ഈ ക്രൂശ് വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു ചിത്രീകരണമുണ്ട്. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും കാണില്ലെന്ന് കാണുമ്പോൾ ആ ക്രൂശിന്റെ ചൂട് ഇച്ചിരി ചെത്തിക്കളെ. കുറച്ചുകൂടെ കഴിഞ്ഞ് ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ ക്രൂശിന്റെ മൂട് അല്പം കൂടെ വെട്ടിക്കളയും. അങ്ങനെ വെട്ടിക്കളഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വലിയ ക്രൂശുണ്ട്. ഈ മനുഷ്യന്റെ ക്രൂശിന്റെ നീളം കുറച്ച് അവസാനം നമ്മൾ ആളുകൾ കഴുത്തെ കെട്ടിക്കൊണ്ട് നടക്കുന്നെന്ന് പറയുന്നില്ലേ, അത്രയാക്കി മാറ്റി. ഈ യാത്രയിൽ അടുത്തതായിട്ട് ഇവർ ചെന്ന് നിൽക്കുന്നത് ഒരു വലിയ പാറയുടെ വിള്ളലിന്റെ മുമ്പിലായിരുന്നു. അപ്പോൾ ഇവരുടെ മുമ്പിൽ പോയ കർത്താവ് പറഞ്ഞു, ഒന്നും കൂടെ വിഷമിക്കണ്ട, ഓരോരുത്തരും അവനവന്റെ ക്രൂശ് നേരെ മുന്നോട്ട് വെച്ചോ, ഒരറ്റം ആ അറ്റത്തും ഈ അറ്റം ഇവിടെ അതിന്റെ മണ്ടയ്ക്കൂടെ നടന്നുകൊണ്ട് പൊക്കോളാം. എല്ലാവരും അവനവന്റെ ക്രൂശ് ആ പാറയുടെ വിള്ളലിന്റെ മേളിലേക്ക് വെച്ച് അതിന്റെ മുകളിലൂടെ നടന്ന് കൂളായിട്ട് പോയി. പക്ഷെ ഇത് ചെത്തി ചെറുതാക്കിയ ആള് അവിടെ തീർന്നു. അദ്ദേഹത്തിന്റെ യാത്ര മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ചില ക്രൂശ് നമ്മുടെ യാത്രയെ നമ്മളെ സഹായിക്കും. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ആദ്യം അവൻ ചെയ്യേണ്ടത് സ്വയം നിഷേധിക്കണം. എന്റെ പുറകെ വരുമ്പോ എന്തെങ്കിലും കിട്ടുമെന്നും എനിക്ക് സന്തോഷമുണ്ടാകുമെന്നും എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്നുമുള്ള സ്വയത്തിന്റെ ചിന്തയുമായി എന്റെ പുറകെ വന്നാൽ നിങ്ങൾ നിരാശപ്പെടുമെന്ന കർത്താവ് പറഞ്ഞത്. പക്ഷെ ആരെയും എന്റെ പുറകെ വരികയാണെങ്കിൽ വരുന്നയാൾക്ക് ഞാനൊരു ക്രൂശ് കൊടുക്കും. ആ ക്രൂശും ചുമന്നുകൊണ്ട് വേണം എന്റെ കർത്താവിനെ അനുഗമിക്കാൻ. ക്രൂശും എടുത്തിന് ഞാനും എൻ കർത്താവിനെ ഞാൻ പിന്തുടരുമെന്നൊരു പാട്ടുണ്ട്. അപ്പൊ ഈ ക്രൂശ് എടുത്തോണ്ട് നടക്കുമ്പം നാട്ടുകാർ ചോദിക്കും, അയ്യോ ഇതുവരെ ഈ മനുഷ്യൻ ഒരു കുഴപ്പമില്ലായിരുന്നു, അതാണ് ചർച്ചയിൽ പോകാൻ തുടങ്ങിയ പ്രശ്നം. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, ശരിയാ നിങ്ങൾ പറഞ്ഞു, ഇത് ചെയ്യാൻ ഗതികേട്. അവരങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോൾ കർത്താവിന് സങ്കടം, കർത്താവിനെ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ വേറെ ചിലരുണ്ട്, ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നാട്ടുകാർ പറയും, ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നാട്ട് ദൈവമായതിലായി തുടങ്ങിയ പ്രശ്നമല്ലേ. അവര് തിരിച്ചു പറയും, ഇതിലൂടെ നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഒരു വലിയ മഹത്വമുണ്ട്. ഈ ക്രൂശ് എന്നെ ഓരോ ദിവസവും ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എനിക്കറിയാം. ഈ ക്രൂശ് എന്നെ ഓരോ ദിവസവും ആത്മീയമായി വളർത്തിക്കൊണ്ടിരിക്കുന്ന എനിക്കറിയാം. ഈ ക്രൂശിനെ ചൊല്ലി എനിക്കൊരു അഭിമാനമുണ്ട്. കാരണം ഈ ക്രൂശ് എന്റെ കർത്താവിന്റെ ചുമലിൽ വെച്ച് തന്നിരിക്കുന്നതാ. എന്റെ കർത്താവിന്റെ ചുമലിൽ വയ്ക്കുന്ന ഒരു നുകം പോലും എന്നെ തകർക്കാനല്ല. അത് ലഘുവാണ്, അത് മൃദുവായ നുകമാണ്. എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീനെന്ന് പറഞ്ഞ് ഒരുവന്റെ കൂടെ
കൂടെ നടക്കണമെങ്കിൽ അവൻ തരുന്ന ക്രൂശിന്റെ പുറകിലുള്ള മഹത്വം ഒരു തിരിച്ചറിവായിട്ട് എന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞേ പറ്റൂ. മഹാപുരോഹിത പ്രാർത്ഥനയിലെ ഒന്നാമത്തെ കാര്യം, പിതാവേ മഹത്വപ്പെടുത്തുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആ നാഴിക എന്ന് പറയുന്നത് ക്രൂശാണ്. ആ ക്രൂശ് എന്ന് പറയുന്നത് മഹത്വമാണ്. നിന്ദയായി, നിരാശയായി, വേദനയായി, ശിക്ഷയായി ലോകം കാണുന്ന ക്രൂശിനെ മഹത്വം എന്നൊരു പദം കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരിടം ക്രിസ്തുവിന്റെ സന്നിധിയാണ്. എന്തുകൊണ്ടാണിത് പ്രശംസനീയമായ മഹത്വത്തിന്റെ ഇടമായി മാറുന്നതെന്ന് ചോദിച്ചാൽ, ഈ ക്രൂശ് ദൈവ പദ്ധതിയുടെ ഭാഗമാകുന്നതുകൊണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ക്രൂശ് താഴ്മയുടെ ഭാഗമാകുന്നതുകൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ സുപ്രധാനമായ ഇൻട്രൊഡക്ഷൻ തന്നെ ഈ ക്രൂശിനെ മഹത്വമായി കാണുക എന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥന പഠിച്ചപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇവിടെയും ആവർത്തിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ എനിക്ക് അത് തരണേ, ഇത് തരണേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന ക്രൂശിനെ മഹത്വമായി കാണാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ വ്യത്യാസം കണ്ടോ? ഹല്ലേലൂയ. ആഴം കണ്ടോ? ആത്മീയതയുമായുള്ള ബന്ധം കണ്ടോ? നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നത് കണ്ടോ? ഇതാണ് പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ടത്. അതിന്റെ രണ്ടാമത്തെ വാക്യം നോക്കാം. ആ പ്രാർത്ഥന കർത്താവ് തുടരുകയാണ്. പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. രണ്ടാം വാക്യം, നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന, ദൈവമേ, ഈ നിൽക്കുന്ന ആളുകൾ മുഴുവനും എന്നെ അറിയേണ്ടതുപോലെ ഒന്ന് അറിയണമേ. അവരെന്നെ അറിഞ്ഞാൽ മതി, അവർക്ക് നിത്യജീവൻ കിട്ടും. ഇവരെല്ലാം സമ്പന്നരാക്കണമേ എന്നല്ല പ്രാർത്ഥിച്ചു. ഇവരെല്ലാം സമൂഹത്തിൽ അറിയപ്പെട്ടവരാക്കണമേ എന്നല്ല പ്രാർത്ഥിച്ചു. ഇന്നത്തെ പ്രവാചകന്മാർ ദൂത് പറയുന്നത് പോലെ അതല്ല. ആമേൻ, സ്തോത്രം. അതല്ല പ്രാർത്ഥന, അതല്ല ദൈവത്തിൽ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം. അതല്ല. ലോകത്തിന്റെ പ്രശ്നമാണത്. മഞ്ഞു പൊഴിയുന്ന നാടാണ് ജീവിതത്തിന്റെ ഏറ്റവും മൂല്യമേറിയതെന്നും അതാണ് സ്വപ്നമെന്നും പഠിപ്പിക്കുന്നത് എല്ലാവർക്കും ശരിയല്ല. പണം എന്നൊരൊറ്റ കാര്യം കൊണ്ട് ജീവിതത്തിലെല്ലാം നേടാൻ കഴിയുമെന്ന് പറയുന്ന പ്രവാചകന്റെ കാഴ്ചപ്പാട് ശരിയല്ല. ഓരോ തവണകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിലും ചില സംഭവങ്ങൾ ഞാൻ കണ്ടു. മഞ്ഞു പൊഴിയുന്ന നാട് സ്വർഗതുല്യമാണെന്നുള്ള സ്വപ്നത്തോടെ കടന്നു വന്ന പലരും കരഞ്ഞ് 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 എന്റെ മുമ്പിൽ നിന്ന് വേദനപ്പെടുന്ന വിഷയങ്ങള്, അവരുടെ കുടുംബ തകർച്ചകള്, അവർ കടന്നു പോകുന്ന അസ്വസ്ഥതകള് അവർ നേരിട്ട് എന്നോട് പറയുകയുണ്ടായി. അതിൽ പലരും പോരണ്ടായിരുന്നു, നേലും തിരിച്ചൊന്ന് പോയാൽ മതി. ഇവിടെ വന്നത് കൊണ്ടാണ് എനിക്കിത് നഷ്ടപ്പെട്ടത്. ഇവിടെ വന്നത് കൊണ്ടാണ് എന്റെ കുടുംബം തകർന്നത്. എനിക്ക് ഇവിടെ വന്നത് കൊണ്ടാണ് ഈ പ്രതിസന്ധികളിലൂടെ ഞാൻ പോകേണ്ട വന്നത്. ഒത്തിരി പേര് തകർച്ചയിലൂടെ പോകുന്നവരുമുണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാര് പറയുന്ന വാഗ്ദത്ത ഭൂമി അത് അവരുടെ ഭൗമിക സ്വപ്നമാണ്. അതുകൊണ്ട് എല്ലാം ആയിട്ടില്ല. അവിടെയും തകർച്ചകളുണ്ട്. മനുഷ്യർ ഉള്ളിടത്തെല്ലാം വേദനകളുണ്ട്. പണമല്ല, പ്രതാപമല്ല, ജോലിയല്ല, വീടിന്റെ വലിപ്പമല്ല, നിത്യത തീരുമാനിക്കുന്നത് ക്രിസ്തുവിനെ അറിയുന്നതാണ്. എന്നെ ആ ഒരു സ്ഥലത്തേക്ക് വിളിച്ചവര് എന്നെ അവിടെ വിളിക്കാനുള്ള കാരണം അതുപോലെ ബോംബ് സ്ഫോടനങ്ങളിലൂടെ പോകുന്ന ഒരു സമൂഹമാണ്.
ഓരോരോ കുടുംബങ്ങളിൽ പ്രതീക്ഷിക്കപ്പെടാത്ത തകർച്ചകൾ, ഭയങ്കര കപട അഭിനയങ്ങൾ. 3 വർഷങ്ങളായിട്ട് ചർച്ചിന്റെ ലീഡർഷിപ്പിൽ നിന്നയാള് ആ 3 വർഷങ്ങളിലും അവിഹിത ബന്ധത്തിലായിരുന്നുവെന്ന് ഒറ്റയടിക്ക് സഭാവിശ്വാസികളെല്ലാം അറിയുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക്. തകരുന്ന കുടുംബങ്ങൾ ഇഷ്ടം പോലെ. അവസാനം ആ ചർച്ചിന്റെ ലീഡേഴ്സ് ഒരു കോൺവെർസേഷനിൽ എന്നോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവര് പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ ലീഡർഷിപ്പിന്റെ ട്രെയിനിങ്ങും അതും ഇതും വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ചുള്ള ഹീലിംഗിന് വേണ്ടിയുള്ള കുറെ സ്ട്രാറ്റജിയും ഒക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് മറുപടി പറയാൻ ഒറ്റ വാക്കുണ്ട്, ഒരു താക്കോലുണ്ട്, ദൈവസന്നിധിയിൽ വീഴുക. അതിനേക്കാളും വലിയ ഒരു സ്ട്രാറ്റജിയും ഇല്ല. ഇവിടെ കണ്ണുനീരൊഴിക്കാൻ ചിലർ എഴുന്നേൽക്കട്ടെ, തലമുറകളെ ചൊല്ലി നിലവിളിക്കാൻ ചിലർ എഴുന്നേൽക്കട്ടെ, ദൈവത്തിന് കൊടുക്കാൻ സമയം കണ്ടെത്തുന്ന ചിലർ എഴുന്നേൽക്കട്ടെ, ഭൗമികതയുടെ മഞ്ഞെളുപ്പിൽ നിന്ന് ക്രൂശിലേക്ക് കണ്ണുയർത്താൻ ചിലർ തയ്യാറാകട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രം തിരഞ്ഞാണ് കർത്താവിനെ പറഞ്ഞു വിടുന്നതെന്ന് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എന്തുകൊണ്ടാണ് കർത്താവിന്റെ ഈ പ്രാർത്ഥന ഈ 2ാം വാക്യത്തിൽ ഈ രീതിയിലേക്ക് പോകുന്നതെന്ന് അറിയാമോ? കർത്താവ് പറയുന്നതാണ്, ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ ഇവരിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപേ അവരെ കുറിച്ചുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവർക്ക് നിത്യജീവൻ ഉണ്ടാകട്ടെ. ഈ ഭൂമിയിലെ ജീവൻ അതെത്ര അഴകുള്ളതാണോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ വിഷയം. ഈ ഭൂമിയിലെ ജീവൻ അതിന്റെ ദൈർഘ്യം എത്ര ഉണ്ടെന്ന് പോലും അല്ല എന്റെ വിഷയം. നിത്യത കിട്ടണമേ, പ്രാർത്ഥനാ വിഷയമാണ്. ക്രൂശിനെ മഹത്വമാക്കണമേ, ക്രൂശിനെ മഹത്വമായി ഇവർ മനസ്സിലാക്കണമേ എന്ന് കഴിഞ്ഞാൽ 2ാമത്തെ പ്രയോറിറ്റി, ഇവരാരും നിത്യജീവൻ നഷ്ടമാക്കല്ലേ. 3.5 വർഷം കൂടെ നടന്ന് ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിക്കും. ആമേൻ, സ്തോത്രം. ചിലപ്പോഴൊക്കെ നമുക്കും ഒരു തോന്നലുണ്ടാകും. ഞാൻ പോയ 2 ചർച്ചില് പാസ്റ്റർമാർ എന്നോട് ചോദിച്ചു, എന്റെ പരാജയമാണോ, ഞാനാണോ ഉത്തരവാദി? അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞു, അതിന്റെ പേരിൽ തകരല്ലേ. നിങ്ങളുടെ ഉത്തരവാദിത്വം നിവൃത്തിയാക്കിയോ ഇല്ലയോ എന്ന് മാത്രമേ ദൈവം നിങ്ങളോടൊന്ന് ചോദിക്കത്തുള്ളൂ. ഞാൻ ഇത്രയും കൂടെ പറഞ്ഞു. ഞാൻ പഠിച്ചൊരു പാഠം, ദൈവം തന്നിരിക്കുന്ന ആട്ടിൻകൂട്ടത്തിന് വേണ്ടി വിശ്വസ്ത സേവനം നടത്തുക എന്നത് മാത്രമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരിൽ ആരെങ്കിലും വീണു പോകുന്നോ ഇല്ലയോ എന്നുള്ളത് അവരും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധം കൂടി അതിന്റെ കൂട്ടത്തിലുണ്ട്. അതായത് നമ്മുടെ വീട്ടിലെ ഒരംഗം, നിങ്ങളുടെ മക്കളിൽ ഒരാള് തളർന്നു പോയാൽ, പിന്മാറ്റത്തിൽ പോയാൽ, കർത്താവ് നിങ്ങളോട് തീർച്ചയായിട്ടും ഒരു ചോദ്യം ചോദിക്കും. അവർക്ക് കൊടുക്കേണ്ടിയ ആത്മീകമായിട്ടുള്ള സകല ടീച്ചിങ്ങും കൊടുത്തിരുന്നോ, പറഞ്ഞിരുന്നോ? നിങ്ങളുടെ ഉത്തരം വിശ്വസ്തമായി ഞാനത് ചെയ്തു. ഇത്രയാണെങ്കിൽ അടുത്തത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്. സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ? കാരണം നമ്മുടെ നിത്യത അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ആത്യന്തികമായി നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ്. സ്തോത്രം. ഒത്തിരി വേദനപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദേവദാസൻ ആ ചർച്ചിലെ ചില സംഭവങ്ങളെ വിശദീകരിച്ചിട്ട് കണ്ണുനീരൊഴുകിക്കൊണ്ട് എന്നോട് പറയുകയുണ്ടായി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു 21 ദിവസം ഉപവാസം, കഠിന ഉപവാസം കഴിഞ്ഞേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് ചില കാര്യങ്ങൾ കൂടെ എനിക്ക് ഞാൻ ഇനി എന്ത് ചെയ്യണം, എന്റെ കയ്യിൽ നിന്ന് പോവുക. ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം അങ്ങ് ക്ഷീണിച്ച് ഉറങ്ങാൻ പറ്റാതെ അദ്ദേഹം പറയാണ്, രാത്രി 2 മണിക്ക് ഞാൻ എഴുന്നേക്കും, 3:30 പിന്നെ എഴുന്നേക്കും, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല.
ഞാൻ പ്രതീക്ഷ വെച്ച ഒരു സമൂഹം ഇതുപോലെ തകരുന്നത് കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സ്വാഭാവികമാണ്. പക്ഷേ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. അവിടെ ചെന്ന് നിൽക്കുമ്പോ ഓരോ വ്യക്തികളോടും കൂടെയാണ് കർത്താവ് ചോദിക്കുക. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു ബാലൻസ് കിട്ടും. നിങ്ങൾ ഫ്രീ ആകും എന്ന് ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രാർത്ഥന ഇതാണ്: നിത്യജീവൻ ഇവരാരും നഷ്ടമാക്കല്ലേ. ലോകത്തിൽ എല്ലാം പോയാലും നിത്യജീവൻ പോയില്ലെങ്കിൽ കർത്താവ് സന്തോഷമായിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ തകർച്ചകളൊക്കെ നിമിഷങ്ങൾ കൊണ്ട് പുനഃസ്ഥാപിച്ചു തരാൻ നമ്മുടെ കർത്താവിന് പറ്റും. പക്ഷേ ഏറ്റവും സ്ട്രഗിള് നമ്മുടെ മനസ്സിനെ പുനഃസ്ഥാപിക്കാനാണ്, നമ്മുടെ ആത്മീയതയെ പുനഃസ്ഥാപിക്കാനാണ്. കാരണം അത് നമ്മുടെ മാത്രം തീരുമാനമാണ്. അതാ ഞാൻ പറഞ്ഞേ, 3.5 വർഷം ഊണിലും ഉറക്കത്തിലും കൂടെ കൊണ്ടു നടന്ന് ഈ ശിഷ്യന്മാരെ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ നിത്യജീവൻ പോലെ. അപ്പൊ വേണമെങ്കിൽ ഒരാൾക്ക് ചോദിച്ചൂടാ, പിന്നെ ഈ 3.5 വർഷം എന്നാ ട്രെയിനിങ്ങാ ചെയ്ത്? ഒരു യൂദാസ് പിന്മാറ്റത്തിലേക്ക് പോയിട്ട് സ്വന്തം ഗുരുവിനെ ഒറ്റ കൊടുത്തപ്പോ പറഞ്ഞുകൂടെ ഈ ഗുരുവിന്റെ ലീഡർഷിപ്പ് ശരിയല്ല? 3.5 വർഷം ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ട് ആളെ നന്നാക്കാൻ പറ്റില്ലെങ്കിൽ ഇദ്ദേഹം എന്ത് ലീഡറാണെന്ന് ചോദിച്ചുകൂടെ? അതാ ഞാൻ പറഞ്ഞത്, നിത്യജീവൻ ആത്യന്തികമായി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്റെ ഹൃദയത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ മാത്രമാണ്. കഥാ പറയുകയാണ്, ഈ നിത്യജീവൻ എന്ന് പറയുന്നത്, ഈ കൂടി വന്നിരിക്കുന്ന ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ, കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ ആ നിത്യജീവൻ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. കാരണം പഴയ ജീവിതത്തിലും ഈ ഉള്ള കൺസെപ്റ്റ് തന്നെയാണ് ഈ നിത്യജീവൻ. അത് ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്, കാരണം പരീക്ഷന്മാരൊക്കെ അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. പഴയ നിയമത്തിലെ കുറെ കാര്യങ്ങൾ നല്ല ട്യൂണിൽ ഉരുവിടുകയാണ് അവരുടെ പ്രാർത്ഥന. അപ്പൊ ഈ രണ്ടാമത്തെ വാക്യത്തിൽ നിത്യജീവൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ, അത് വളരെ ജനറൽ ആയിട്ട് കർത്താവ് പറയുമ്പോൾ ഇവരിങ്ങനെ പിന്നെ ഇതൊക്കെ എത്ര കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് ട്യൂൺ ആസ്വദിക്കാൻ നിൽക്കുക ആയിരിക്കാം, അറിഞ്ഞുകൂടാ നമുക്ക്. അതുകൊണ്ടായിരിക്കാം 3-ാം വാക്യത്തിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ആ പ്രാർത്ഥനയിൽ തന്നെ കർത്താവ് വിശദീകരിക്കും. കാരണം ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടെ ചേർത്തോടുള്ള. അപ്പൊ ഈ പ്രാർത്ഥന ശരിക്കും കൂടി നിൽക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതൊരു ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്ന കേട്ട് നിൽക്കുന്നവർ ചിലത് പഠിക്കണമെന്നാണ്. അതുകൊണ്ടാണ് അടുത്ത വാചകത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറയുന്നത്, ഏക സത്യമാ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. അപ്പോ ഇവിടുത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഞാൻ കർത്താവിന്റെ കൂടെ നടക്കുന്നത് എന്തിന്? എന്നെ കർത്താവ് 3.5 വർഷം ട്രെയിൻ ചെയ്തത് എന്തിന്? എന്നെ തെരഞ്ഞെടുത്ത് എന്റെ കൂടെ നടന്ന് ചിലതൊക്കെ കാണിച്ചു തന്ന്, ചിലതൊക്കെ പഠിപ്പിച്ചു തന്ന്, ചിലതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്നെ ഇങ്ങനെ പരിശീലിപ്പിക്കുന്നത് എന്തിന്? നിത്യജീവന് വേണ്ടി. യോഹന്നാന്റെ സുവിശേഷത്തില് പലയിടത്തും വായിക്കുന്ന ഒരു ആശയമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ആശയം നമ്മുടെ മനസ്സിനകത്തോട്ട് കയറിയാൽ ചില ഗുണങ്ങളുണ്ട്. ക്രിസ്തു എനിക്ക് തരുന്നത് എന്ത്? നിത്യജീവൻ. ഒരു വിധത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ നേരത്തെ എന്തോ സന്തോഷമാണത്. 1-ാമത്തെ വാക്യത്തിൽ ചിലർക്കെങ്കിലും ഒരു ദുഃഖമുണ്ടാകും. കാരണം ക്രൂശ് എടുക്കാനല്ലേ പറയുന്നത്, ക്രൂശിൽ മഹത്വം കാണാനല്ലേ പറയുന്നത്. അപ്പൊ സന്തോഷമുണ്ടാകും, അത് അത്ര പരിജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്നു. പക്ഷെ 2-ാമത്തെ വാക്യത്തിൽ ഒരു ബാലൻസ് ആണ്. അതാണ് ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രത്യേകത. കർത്താവ് നമ്മളെ ശാസിക്കും, ശിക്ഷിക്കും, അതേ സമയത്ത് സ്നേഹിക്കും, നമ്മെ തലോടും, നമ്മളെ ആശ്വസിപ്പിക്കും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം. അപ്പൊ കുന്നിന്റെ മണ്ടയ്ക്കിരിക്കുന്ന പേടിപ്പെടുത്തുന്ന ഒരു ദൈവം, താഴ്വരയിൽ മരത്തിന്റെ മൂലക്കിരിക്കുന്ന ഇരുട്ടിലിരിക്കുന്ന ഒരു ദൈവം, ഇടിവെട്ടുമ്പോഴും പേമാരി ചൊരിയുമ്പോഴും കൊടുങ്കാറ്റടിക്കുമ്പോഴും വരുന്ന ഒരു ശക്തി, ഭീതിപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് ദൈവമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. ദൈവം എന്ന കൺസെപ്റ്റ് അവർക്ക് ഭീതിയും ഭയവുമാണ്. നമ്മൾ പോകുന്ന വഴിയാത്രകളിലൊക്കെ ദൈവങ്ങളെ നമ്മൾ കാണാറുണ്ട്.
പലരും ചെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം ഭയങ്കര വാക്കത്തെയും കൈ പിടിച്ച് നാക്ക് നീട്ടി പല്ലും തള്ളി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നത്. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ നശിപ്പിക്കണേ, ഇവരെ നശിപ്പിക്കണേ എന്നുള്ളത്. ഈ ദൈവത്തെ ഞാൻ ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ ഈ ദൈവം എന്നെ മുച്ചൂട് പൊടിച്ചു കളയുന്നതാണ് അവരുടെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ദൈവകോപം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വർഷാവർഷം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പൈസ മുടക്കി, തുള്ളിച്ചാടി, ദേഹവും കുത്തിത്തുളച്ച്, സ്വയം വെട്ടി, ചോരയൊഴിപ്പിച്ച്, ചെരുപ്പിടാതെ ഈ വലിയ വെയിലത്ത് ടാർ റോഡിലൂടെ തലയില് കുമ്പവും ചുമന്ന് എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ആ ദൈവം കോപിച്ചാലോ? ഇതൊക്കെ കൺസെപ്റ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവത്തെ അറിയുന്നത് നിത്യജീവനാണ്. നിത്യജീവനാണ് ഈ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ലോകത്തിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രത്യാശ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച. മരണത്തെ അഭിമുഖീകരിക്കുവാൻ പിതാക്കന്മാരെ പര്യാപ്തപ്പെടുത്തിയത് ഈ കാഴ്ചപ്പാട്. ചെടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ഈ പച്ച തോല് ശരീരത്തിലേക്ക് ചുറ്റിയിട്ട് അവരെ വെയിലത്തേക്ക് ഇട്ടപ്പോൾ മണിക്കൂറുകൾ പൊരുവെയിലത്ത് കിടന്ന് ജലാംശം മുഴുവനും ഈ തോല് വലിച്ചെടുക്കുമ്പോൾ ഇഞ്ചിഞ്ചായി മരണപ്പെട്ടപ്പോഴും ഒരു പുഞ്ചിരിയോടെ ആ മരണത്തെ ഫേസ് ചെയ്തതിന്റെ കാരണം നിത്യജീവനെ കുറിച്ചുള്ള ദർശനമായിരുന്നു ദൈവമാണ്. ഈ പരിജ്ഞാനം ദൈവം നമുക്ക് തന്നതിനാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പറയുന്നത്, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ കർത്താവിന്റെ പ്രാർത്ഥന നാം ദൈവത്തെ അറിയുക എന്നുള്ളതാണ് പ്രാർത്ഥന. എന്നാലേ നിത്യജീവൻ കിട്ടത്തുള്ളൂ. ദൈവത്തെ അറിയുക എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തേനിന്റെ മൂലകങ്ങൾ എന്താണ്? ഒരുപക്ഷെ ഒരാൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. തേനുണ്ടാകുന്ന പ്രോസസ് എന്താണ്? അതിനെ വരച്ച് പഠിപ്പിക്കുന്നുണ്ടാകാം. പക്ഷെ തേൻ എന്താന്ന് അറിയണമെങ്കിൽ ഒരു തുള്ളി നല്ല ഒറിജിനൽ തേനെടുത്ത് നാവിൽ വെച്ചത് അത് അനുഭവിക്കണം, അത് കഴിക്കണം. എങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് കിട്ടത്തുള്ളൂ. അതായത് ഈ പല വിധത്തിലുള്ള അറിവുണ്ട്. ഒരു വിധത്തിലുള്ള അറിവ് എന്ന് പറയുന്നത് ബുദ്ധിമണ്ഡലത്തിലുള്ള അറിവാണ്. അതാണ് ഇന്ന് പല സെമിനാറുകളിലും നടക്കുന്നത്. അങ്ങനെ ഒരു അറിവ് മാത്രം പ്രാപിച്ച ആളുകൾ പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു സെമിനാർ നടത്തുന്ന ആളുകളുടെ ദൗത്യം. കുറേ ബുദ്ധിമണ്ഡലത്തിലെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, 1998 ഞാൻ സെമിനാരിയിൽ പഠിക്കാൻ പോയത്. ഞാൻ സെമിനാരിൽ പഠിക്കാൻ പോകുന്നതിന് മുൻപേ ഞാൻ സൺഡേ സ്കൂളിലും യൂത്ത് മീറ്റിങ്ങിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. താലന്തോരിശോനയ്ക്കൊക്കെ പോകുമായിരുന്നു, പ്രസംഗത്തിന് സമ്മാനം വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ കുട്ടികളെയും കൂട്ടി അന്ന് പരസ്യബോധത്തിന് പോകുമ്പോൾ ഞാൻ കവലയ്ക്ക് നിന്ന് പരസ്യബോധത്തിന് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞൊരു കൺവെൻഷന് കുറച്ച് സമയം സംസാരിക്കണമെന്ന് പറഞ്ഞ് എഴുതി തയ്യാറാക്കി കാണാതെ പഠിച്ച് ഉൾപ്പെടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ പ്രസംഗിക്കാനൊക്കെ അവസരം കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ സെമിനാരി പഠിക്കാൻ പോയതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ ചർച്ചിലോട്ട് അവധിക്ക് വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോയി സെമിനാരി പഠിച്ചതിൻ്റെ പ്രയോജനം ഉണ്ടെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി. അപ്പോൾ സെമിനാരിൽ ചെന്ന് അവധി വരുന്നതിന് മുമ്പേ 1 മാസം മുമ്പേ പ്രസംഗത്തിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങി. കാരണം സെമിനാരി പഠിക്കുന്ന ആളായതുകൊണ്ട് ചർച്ചിൽ ചെല്ലുമ്പം കുറച്ച് സമയം പ്രസംഗിക്കാൻ തരുമെന്ന് നമുക്ക് അറിയാം. ആ പ്രസംഗം സെമിനാരി പഠിച്ച ലെവലിലുള്ള പ്രസംഗമായിരിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പോയുള്ള കമന്ററി എല്ലാം എടുത്ത് ഗ്രീക്കൊക്കെ പഠിച്ച് അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ഞായറാഴ്ച പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ആ പ്രസംഗം എല്ലാം കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പച്ചനുണ്ട് ഞങ്ങളുടെ ചർച്ചിൽ. ആ അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നേച്ചെന്നെ അടിമുടി നോക്കി വെച്ചു, എടാ നിനക്ക് എന്നാ പറ്റി? എന്നാ പറ്റി? അല്ല, നേരത്തെ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നീ പ്രസംഗിക്കുമ്പോൾ ഒരു ആത്മസാന്നിധ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, അതെന്താ? അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞു, പ്രശ്നം വേറൊന്നുമല്ല, നീ സെമിനാരിൽ പോയതാ പ്രശ്നം. നീ വിചാരിച്ചത് ആളുകളെ ഇംപ്രസ് ചെയ്യാൻ, നിന്റെ ബുദ്ധി ആളുകളെ കാണിച്ചു കൊടുക്കാൻ നീ ചെയ്ത കുറച്ച് കാര്യം, അവിടെയാണ് നിന്റെ പരാജയം.
എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു അറിവൊന്നും നമ്മളെ സഹായിക്കില്ല. കുറേ അറിവുകൾ വാരി വിളമ്പുന്നതല്ല. ഈ അറിവുകളിൽ കൂടെ ലഭിക്കുന്നത് ജ്ഞാനമാണ്, പരിജ്ഞാനമല്ല. അപ്പൊ ക്രിസ്തുവിനെ അറിയുക, ഒരറിവ് വായിച്ചറിയുക. രണ്ടാമത് വേറൊരു അറിവുണ്ട്, അത് റിലേഷണൽ നോളജ് എന്ന് പറയും. റിലേഷണൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഒരാൾ വന്ന് പറയുക, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കാര്യം എനിക്കുണ്ടായി. അങ്ങനെ പറയുന്ന ആളുകൾ നമ്മുടെ ഇടയ്ക്ക് ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ഉദാഹരണമൊക്കെ ഞാൻ പലയിടത്തും പറയാറുണ്ട്. അപ്പൊ ഇത് പറയുമ്പോൾ അത് കർത്താവിനെ അറിയുന്ന രീതിയാണ്. ഇപ്പൊ ഒരാൾ എൻ്റെ മുമ്പിൽ വന്ന് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ദൈവശബ്ദം കേട്ടു കഴിഞ്ഞ ദിവസം. ഞാൻ ഓർക്കുന്നുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് പേരിങ്ങനെ കൂടി നിൽക്കുക. ഒരാൾ എന്നോട് വന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഒരു കാര്യം പറയുന്നത്. ആ പറഞ്ഞത്, ഞാൻ ദൈവശബ്ദം കേട്ടു, ഇനി ഒരു സാഹചര്യത്തിൽ കർത്താവിനോട് സംസാരിച്ചു. ആ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ കേട്ടു. അപ്പൊ ഞാനും തിരിച്ച് പ്രൈസ് ദി ലോർഡ്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് കേട്ടപ്പോ. പക്ഷെ ഇപ്പുറത്ത് തോന്നിയ ഒരാള് പെട്ടെന്ന് എടുത്തടിക്കൊരു വാചകം പറയാണ്, ചുമ്മാ വായി തോന്നിയല്ല ദൈവം പറഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നു കേട്ടോ. അതെന്ത് പറ്റി? അപ്പൊ റിലേഷണൽ നോളജ് ചിലർക്ക് മാത്രമേ സഹായം ചെയ്യൂ, ചിലർക്കത് വിമ്മിഷ്ടം ഉണ്ടാക്കും. അപ്പൊ അതും ശരിയാവത്തില്ല. അപ്പൊ ഇന്റലക്ച്വൽ നോളജ് ശരിയാവത്തില്ല, പോരായ്മയുണ്ട്. ബന്ധങ്ങളിലൂടെ കിട്ടുന്ന, ഷെയറിങ്ങിലൂടെ കിട്ടുന്ന നോളജ് ശരിയാവത്തില്ല. ശരിയായ അറിവ് അനുഭവത്തിലൂടെ കിട്ടുന്ന അറിവാണ്. അതായത് നമ്മൾ അനുഭവത്തിലൂടെ പോയപ്പോൾ ഞാൻ കേട്ടതും ഞാൻ വായിച്ചതും ഒക്കെ കർത്താവേ ശരിയാണെങ്കിൽ ഇന്ന് എന്നോടൊന്ന് ഇടപെടണമേ. നമ്മുടെ പ്രാർത്ഥനാമുറിയിൽ ക്രിസ്തു നേരിട്ട് ഇറങ്ങി വന്ന് ഇടപെട്ടാൽ എങ്ങനെയിരിക്കും? ആ അറിവിനേക്കാളും ശക്തമായ അറിവ് ജീവിതത്തിൽ വേറെ ഇല്ല. പരാജയം സംഭവിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തടത്താണ്. ഞാൻ പോയ മഞ്ഞുപൊഴി എന്ന നാട്ടിൽ ഞാൻ കണ്ട ഒരു പ്രശ്നം ഞാൻ പറയാം. അവിടെ തകർന്ന ചില കുടുംബങ്ങളെ ഞാൻ കണ്ടെങ്കിൽ ആ കുടുംബങ്ങളിലെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെയും ഇവിടെയും ഒരുപോലെ, മഞ്ഞ് പൊഴിയാത്ത നാട്ടിലും ഏതെങ്കിലും ഒരു കുടുംബം തകരുന്നെങ്കിൽ ആ കുടുംബത്തിനകത്ത് കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഒന്നിൽ തിരക്കുകളുടെ നടുവിൽ പ്രാർത്ഥനയ്ക്ക് സമയമില്ലാതായി, ഇല്ലെങ്കിൽ ജോലിയുടെ ഓട്ടപ്പാച്ചിനകത്ത് ദൈവത്തിന് കൊടുക്കാൻ നേരമില്ലാതായി, അല്ലെങ്കിൽ മറ്റു പല പ്രലോഭനങ്ങൾ വന്നപ്പോൾ അതിന്റെ നടുവിൽ തുലനം ചെയ്തപ്പോൾ പ്രലോഭനങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിന് ക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ കൂടുതൽ സമയം കൊടുത്തുപോയി. അങ്ങനെയാണ് തകർച്ച ഉണ്ടാകുന്നത്. അപ്പൊ പരിഹാരം വേറൊന്നുമല്ല, ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് പരിഹാരം. കർത്താവ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന വാചകം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇവർക്ക് നിത്യജീവൻ കിട്ടണമേ. എന്താണ് നിത്യജീവൻ? ദൈവത്തെയും ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അത് അറിവ് ഇന്റലക്ച്വൽ നോളജ് അല്ല, റിലേഷണൽ നോളജ് അല്ല, അത് എക്സ്പീരിയൻഷ്യൽ നോളജ് ആണ്. അത് അനുഭവിച്ചറിയുന്ന അറിവാണ്. കർത്താവ് പ്രാർത്ഥിക്കുക തന്റെ മക്കളെ കുറിച്ച്, കർത്താവ് പ്രാർത്ഥിക്കുക തന്റെ ശിഷ്യന്മാരെ കുറിച്ച്. ഇങ്ങനെയുള്ള ഒരറിവ് അവർക്ക് ലഭിക്കണമേ. അങ്ങനെയാകുമ്പോൾ ആ അറിവ് അവരെ നയിച്ചുകൊണ്ടേയിരിക്കും. ആ അറിവ് ഓരോ ദിവസങ്ങളും അവരെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പകൽക്കാലി വചനത്തിന് മുമ്പാകെ നമ്മൾ തന്നെ സമർപ്പിക്കാം. കർത്താവ് പ്രാർത്ഥിച്ച ആ മഹാപൗരോഹിത്യ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്ന ആത്മീക സത്യങ്ങൾ ക്രിസ്തുവിൽ നമ്മെ വളർത്തുവാനാകട്ടെ, നമ്മെ വളർത്തുവാൻ അത് ഉപകരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, ക്രൂശ് മഹത്വമാണ്. അത് മഹത്വമാവുന്നതിന്റെ കാര്യം അവിടെ സ്വയം ഇല്ലാതാവുകയാണ്. ആ ക്രൂശിലൂടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയാണ്. പൂർണ്ണമായ അനുസരണത്തിന്റെ ഇടമായിട്ടത് മാറുകയാണ്. അങ്ങനെയാണ് അവിടെ ഒരു മഹത്വമായിട്ടത് മാറുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളും നിന്ദകളും നമ്മുടെ ചുമലിൽ ഓരോരുത്തർക്ക് കർത്താവ് തന്നിരിക്കുന്ന അവനവന്റെ ക്രൂശും നിന്ദയായിട്ടല്ല, വേദനയായിട്ടല്ല, അത് മഹത്വമായിട്ട് വെളിപ്പെടണം. ഇതാണ് കർത്താവ് നമ്മളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്.
രണ്ടാമത് അവർക്ക് നിത്യജീവൻ കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. നിത്യജീവൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ട്രൂത്തോ ഒരു പ്രിൻസിപ്പിളോ അല്ല. അത് പഴയ നിയമത്തിൽ കാണുന്ന നിത്യജീവനെ കുറിച്ചുള്ള കുറെ ടീച്ചിങ് അല്ല. അത് കൃത്യമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ദൈവത്തെ പൂർണ്ണമായും അറിയുന്നതാണ് നിത്യജീവൻ. ആ അറിവ് അനുഭവത്തിന്റെ അറിവാണ്. അവിടെയാണ് നിത്യജീവൻ ഉള്ളത്. ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഈ വചനങ്ങൾ